നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി സാറിന് ഇന്ന് 17 ജൂലൈ 2025. അപ്പോൾ ഇന്ന് പറയാൻ വരുന്നത്, നമ്മുടെ നാട്ടിൽ ജനിച്ച കുട്ടികൾക്ക് ആർക്കും ഒരാൾക്കും ഇവിടെ ജോലിയില്ല, ഇവിടുന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ വീട് വെച്ച് താമസിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ പറ്റില്ല. ഇതൊക്കെ ലീഗുകാർ പാസ്സാക്കിയെടുത്ത സാധനം. ലീഗുകാർ മാത്രമല്ല, CPM-കാരും സമാനമായതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങളെല്ലാവരും കൂടിയിട്ട് 2-3 കാര്യങ്ങളാക്കണം. ഇവിടെ നല്ല രീതിയിൽ ഒരു ഇലക്ഷൻ നടത്താനോ അല്ലെങ്കിൽ അതിന് ചുറ്റുപാടുണ്ടാക്കാനോ ഇവിടുത്തെ CPM-കാർ സമ്മതിക്കില്ല, ലീഗുകാർ സമ്മതിക്കില്ല. ഇവരെന്തോ ഒരു സംഭവമാണെന്നാണ് ലോകത്തോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ ഇവിടെ തൊഴിൽ സ്ഥാപനങ്ങൾ, പിന്നെ ഒരു വാർഡിൽ 5000 കോടി ജനങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന എത്ര സ്ഥാപനം കൊടുത്തിട്ടുണ്ട്? ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ MP-മാരോ MLA-മാരോ അല്ലെങ്കിൽ വ്യവസായ മന്ത്രിയായിരുന്നിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയോ ഇതുവരെ കൊടുത്തിട്ടില്ല, കൊണ്ടുവരാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം. നമ്മുടെ നാട്ടിൽ അടച്ചു കിടക്കുന്ന നിരവധി പീടികകളുണ്ട്. അതിന് ആ പഞ്ചായത്ത് സെക്രട്ടറിമാരെ, അതുപോലെ തന്നെ ഇതിന് ലൈസൻസ് കൊടുക്കുന്ന ഫീൽഡ് ഓഫീസറെ, അവരൊക്കെ നമുക്ക് അടിച്ച് നട്ടല് മുറിക്കുകയും വേണം. അവരുടെ മൂത്രക്കുഴിയിൽ മുഴുവൻ പിന്നെ നല്ല ഉണ്ടമുളക് എഴുതണം, നല്ല പൊരി വെയിലത്ത് പിടിച്ച് കെട്ടിയിടണം. ഇത് നിങ്ങളുടെ നാട്ടിലെ പോലീസിൻ്റെ SP ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ജഡ്ജി ആണെങ്കിലും ശരി, ജില്ലാ കളക്ടർ ആണെങ്കിലും ശരി. അപ്പോൾ മുളകിനും നിങ്ങളുടെ വടിക്കും ഒതുങ്ങാത്ത ഒരു സാധനം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആൾക്കൂട്ട വിചാരണ ചെയ്യണം. ഇവിടുത്തെ ലീഗുകാരെ ഫുള്ളായിട്ട് ആൾക്കൂട്ട വിചാരണ ചെയ്യണം. അതുപോലെ കോൺഗ്രസ്സുകാരെ ആൾക്കൂട്ട വിചാരണ ചെയ്യണം. CPM-കാരെ ആൾക്കൂട്ട വിചാരണ ചെയ്യണം. അത് ചെയ്യാണ്ട് നടക്കില്ല. കാരണം ഒരാൾക്ക് ജോലി ചെയ്യാനുള്ളൊരു അവസരം ചോദിച്ചാൽ CPM-കാർക്ക് കൈക്കൂലി കൊടുക്കേണ്ടത് 7000 കോടി രൂപയാണ്. ഇവിടെയുള്ള മനുഷ്യർ ജോലിക്ക് വേണ്ടി എവിടെ പോകും? നമുക്ക് ജീവരക്ഷാ മരുന്ന് കിട്ടുന്നുണ്ട്. ഇത്രയേറെ വിദ്യാഭ്യാസം കൊണ്ട്, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മളെ നിപ്പ വൈറസ് പറഞ്ഞിട്ട് ഒരു പേരിട്ട് കൊണ്ടിരിക്കുക. അതായത് 5 ഗ്രാം ഇഞ്ചി കുരുമുളകിലും തീരേണ്ട ഒരു പണി, അല്ലെങ്കിൽ 15 ഗ്രാം ഇഞ്ചി കുരുമുളകിലും തീരേണ്ട ഒരു പണിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് ഒരു കാര്യം മാത്രമല്ല, ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അത് മാത്രമല്ല, നമ്മളെ ഒരാളെയും ജീവിക്കാൻ അവർ സമ്മതിക്കില്ല, ജോലി ചെയ്യാൻ അവർ സമ്മതിക്കില്ല, ഒരു സമാധാനം അവർ തരില്ല. വീടടിച്ച് പൊളിച്ചിട്ട് അതിന് കേസില്ല. പിണറായി വിജയൻ്റെ കാലത്ത് 2016 മുതൽ ഞാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇത് ചെയ്തത് ഞാൻ ഒരു കുറ്റം ചെയ്യാണ്ട് ഇവിടുത്തെ ലീഗരായി ചെയ്തിട്ടുള്ളത്. അതിൽ എനിക്ക് പറ്റിയുള്ളൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് കുറേ ഫോൺ നമ്പറുണ്ട്. അപ്പോൾ ഒരുത്തം ഇതുപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഒരു OTP ചോദിച്ചു, ഒരു നമ്പർ കൊടുത്തു എന്നുള്ളതാണ് സത്യം. അതിന് യഥാർത്ഥ സത്യം അത് തന്നെയാണ്. അത് അങ്ങനെ ഒരു സംവിധാനം ഒന്നുണ്ടായി. പക്ഷേ ഇപ്പോൾ ഇവിടെ നോക്കുന്നത് ഫോണിൽ മുഴുവൻ ഇത്തരത്തിൽ തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഇവർ കംപ്ലീറ്റ് മുസ്ലിം ലീഗുകാരാണ്, STP ആണ് എന്ന് നിങ്ങൾ മറക്കരുത്. STPIക്കും മുസ്ലിം ലീഗിനും അല്ലാണ്ട് ഇങ്ങനത്തെ പണി ചെയ്യാൻ സാധിക്കില്ല. ഒരു കളിയും കളിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് ഇത്തരക്കാരെ എൻ്റെ കയ്യിൽ കിട്ടുന്ന ഫോൺ നമ്പറും ID-കളും ഞാൻ പുറത്തേക്കിടും. ആ പുറത്തേക്ക് ഇട്ടാൽ അതിൻ്റെ ബില്ലും പരിശോധിക്കേണ്ടതുണ്ട്. പൊതുജനം സപ്പോർട്ട് ചെയ്യുമ്പോൾ അവൻ്റെ കയ്യിലുള്ള ഫോണ് നോക്കിയിട്ട് അത് ഗൂഗിൾ സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ ഇപ്പം ഇവൻ ഈ ആഴ്ച എന്തൊക്കെ, ഈ മാസം എന്തൊക്കെ കളിച്ചിരിക്കണമെന്ന് അതിൽ കാണാൻ പറ്റും. ഈ 4 മാസം ചില ആൾക്കാരുടെ 3 കൊല്ലം എന്തൊക്കെ കളിച്ചു എന്ന് അതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഏത് രഹസ്യം വെച്ചാലും അതിൽ പൊളിയും. മനസ്സിലായില്ലേ? അപ്പോൾ അതായിട്ട് അതിന് രേഖയാവും. മാത്രമല്ല, പിന്നെ ഇവരെ പിടിച്ചു കെട്ടണം. അപ്പം ചിലപ്പോൾ ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ എഞ്ചിനീയറായിരിക്കാം, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ ജില്ലാ ജഡ്ജി ആയിരിക്കാം. ചോദ്യം ചെയ്യണം, കൊല്ലരുത്. ഇവരെ നട്ടലടിച്ച് പൊട്ടിച്ചാൽ മരുന്നിൻ്റെ കയ്യിലുള്ളൂ. ഇംഗ്ലീഷ് മരുന്നിന് മരുന്നില്ല. ഇപ്പോൾ 8000 കോളേജിൽ വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാം. ഇവരുടെ ഈ സർട്ടിഫിക്കറ്റിന് ഒരു ഗുണമില്ല, അവർക്കുമില്ല. അപ്പോൾ അതിന് മരുന്നുള്ള എൻ്റെ കയ്യിലാണ്. അല്ലാണ്ട് ഇവിടെ നിന്ന് കാണുന്ന ഇവിടുത്തെ ഒരു ഡോക്ടർമാരുടെ കയ്യിലും നിങ്ങളുടെ ജീവരക്ഷാ മൂല്യം മരുന്നില്ല. നിങ്ങളിപ്പോൾ പലതും കാണും ഇവിടെയൊക്കെ ഇരുന്നിട്ട്. അത് ഒരു 6 മാസം കഴിയുമ്പോൾ അതിൻ്റെ ഗുണവും നിലവാരമൊക്കെ മാറിയാണ്. ഞാൻ ജോലി ചെയ്താൽ മാത്രം 70-80 കൊല്ലം. ഇപ്പം ഇതുവരത്തെ കാര്യങ്ങൾ എനിക്ക് പറയാം, പറയാം, നാളത്തെ എനിക്ക് പറയാൻ കഴിയില്ല. ആ ലെവൽ വെച്ച് 70-80 കൊല്ലം നല്ല കണ്ടീഷനായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും.
ഇത് ആലോചിച്ച് നോക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ പറയണ്ടേ. ഞാൻ പച്ചില മരുന്ന് മുഹമ്മദ് പതിയിൽ പട്ടാമ്പി കൊടുല്ലൂർ മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ദയവായിട്ട് സഹകരിക്കണം. ഈ കയ്യും കൊണ്ട് ഞാൻ ഒരാൾക്കും തെറ്റ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നതിൻ്റെ കാരണം പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാമത്തെ കൊല്ലത്തിൽ 2023 ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടാമ്പിയിലെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരുപാട് അപേക്ഷ കൊടുക്കണ്ടേ. ഇപ്പോഴല്ല, നിരവധി കാലമായിട്ട് നിലവിലുള്ളതാണ്. പക്ഷേ ഇത് രേഖാമൂലം അതിൻ്റെ ഡോക്യുമെൻ്റ് ബാക്കിയായി. അത് പിണറായി വിജയനെതിരെയും വരും, അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എതിരെയും വരും. വയനാട്ടിൽ ഇത്രയേറെ തകരാറുണ്ടായിട്ട് അവരെ ഒരു പാക്കേജിൽ കൊടുന്ന് അവർക്ക് കഴിയാവുന്ന അവർക്ക് പൈസ കൊടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സർക്കാർ സംരക്ഷണം എന്നത് അവരുടെ ഒട്ടനവധി കാര്യങ്ങളിൽ ഇടപെട്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ ഇവിടുത്തെ ഭരിക്കുന്ന CPM കൊണ്ട് കഴിഞ്ഞില്ല. അവിടുന്ന് ജയിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കൊണ്ട് കഴിഞ്ഞില്ല, മനസ്സിലായില്ലേ. ഇവിടുത്തെ ലീഗുകാരെ കൊണ്ട് കഴിഞ്ഞില്ല. ലീഗുകാർ ചില ആളുകളൊക്കെ ചില ഗുണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചില ഗുണമല്ല, ചില കൂട്ടമായിട്ട് ചില ഗ്രൂപ്പിൽ നിന്നൊക്കെ നല്ല കാര്യങ്ങൾ കുറച്ച് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ. അതൊന്നും നിഷേധിക്കാനൊന്നും ഞാൻ തയ്യാറില്ല. പകരം ഇവിടെ ഈ അടിപറ്റിയ ആളുകൾക്ക് എന്ത് ചെയ്യുമെന്നാണ്. എൻ്റെ വീടടിച്ച് പൊളിച്ച് എനിക്കേറെ എത്രയേറെ നാശനഷ്ടം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു കേസെടുക്കാൻ പറ്റാത്ത ഈ പോലീസുകാർ നമുക്ക് എന്തിനാണ്? ഈ ജഡ്ജി എന്തിനാണ്? ഈ ആദ്യം ഹൈക്കോടതി നമുക്ക് എന്തിനാണ്? അതുകൊണ്ട് നമ്മൾ ആൾക്കൂട്ടം വിചാരണ ചെയ്യണം. ഹൈക്കോടതി ജഡ്ജി ആയാലും വിചാരണ വേണം. ഹൈക്കോടതി ജഡ്ജിയാണെങ്കിലും ശരി, ആൾക്കൂട്ടം വിചാരണ ചെയ്യണം. പിണറായി വിജയനാണ് മുന്നിലെങ്കിലും വിചാരണ വേണം, ആൾക്കൂട്ട വിചാരണ വേണം. 4 പേരെ ചോദിക്കാവൂ, 4 പേരെ മുന്നിലിറങ്ങി ചോദിക്കാവൂ. ഫോർ ദി പീപ്പിൾ 4 പേരിറങ്ങി. ആ 4 പേർക്ക് പിന്നെ 4000 പേര് എവിടുന്ന് വന്നു എന്ന് ആലോചിക്കാൻ പറ്റാതെ ആയിരിക്കണം അടുത്ത പണി. അതായത് പ്രകോപനമല്ല വേണ്ടത്, ചോദ്യം ചെയ്യലാണ് വേണ്ടത്. ഈ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ തിരുത്താൻ തയ്യാറ്, ഇപ്പോൾ കയറിയാൽ ഞാൻ തിരുത്തും എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്. ഞാൻ സമൂഹത്തോട് തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ അങ്ങനെ വലിച്ചയക്കാനും ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇതുവരെ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആലോചിച്ച് നോക്കണം, നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ കറണ്ടും ഫോണും അതുമാതിരി സോഷ്യൽ മീഡിയ സംവിധാനമൊക്കെ എൻ്റെ കുറേ ബുദ്ധി കൊണ്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ തട്ടിപ്പ് നടത്തുന്നതിനെതിരെയും ജിയോ കമ്പനിയുടെ തട്ടിപ്പിനെതിരെയും ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, 65 മീറ്റർ പബ്ലിക് റോഡ് ഇപ്പോൾ ഇന്ന് നിങ്ങൾ മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ ജംഗ്ഷനിൽ കാണുന്നില്ലേ, 2003 അതിന് 20 ഫയൽ തീരുമാനമിട്ട് അന്നത്തെ എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്യിച്ച ഒരാളായിരുന്നു ഞാൻ. എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്യലല്ല എൻ്റെ ആവശ്യം, അത് മുകളിൽ നിന്ന് നേരെ പാലം കെട്ടലാണ്. അതെല്ലാം കൂടിപ്പോൾ ഒരുമിച്ച് പൊതുജനങ്ങൾക്ക് അതിൻ്റെ പണി കഴിയുമ്പോൾ നല്ല കണ്ടീഷനായി കിട്ടും. അത് പോരാ, എല്ലാ റോഡും പാലങ്ങളും ഇതുപോലെ കണ്ടീഷനായിട്ട് വരണം. അത് കണ്ടീഷനാവുകയെന്ന് പറഞ്ഞാൽ 95 മീറ്റർ റോഡ് തന്നെ വരണം. അതിൻ്റെയൊക്കെ മുകളിൽ 2 സൈഡിൽ അഴുക്കുചാല് വേണം. അതുപോലെ തന്നെ പിന്നെ കറണ്ടും വെള്ളവും വേണം. അതുപോലെ തന്നെ 2 കിലോമീറ്റർ ഓടുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂം സംവിധാനം. അതായത് 2 ലേഡീസിനും 2 ജെൻസിനും 2 4 ഉണ്ടായിരിക്കണം. അത് നല്ല വൃത്തി ഉള്ളത് തന്നെയാവണം, മനസ്സിലായില്ലേ. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ പോരാ, ഇത്തരം കീടങ്ങളെ ആൾക്കൂട്ട വിചാരണ ചെയ്യണം, എൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം നമുക്കിവിടെ ജോലി എടുക്കണം. നമുക്ക് ഈ നാട്ടിൽ ജനിച്ച ആളുകൾക്ക് ഇവിടെ ജോലി എടുക്കണം. നമ്മുടെ അടുത്തുള്ള പരിസരത്ത് നിന്ന് നമുക്കൊരു ഭാര്യയെ കിട്ടണം, നമുക്കൊരു വീട് വേണം, ഒരു ഫാമിലി വേണം. അതിന് നിങ്ങളെല്ലാവരും ആൾക്കൂട്ട വിചാരണ ചെയ്യാണ്ട് ഈ സാധനം നടക്കില്ല. വിചാരണ മാത്രമല്ല STPI ആണെന്ന് പറഞ്ഞാൽ അവരെ നിങ്ങളിതിൽ വിടരുത്. കാരണം അവൻ്റെ അടുത്തുള്ളത് വളഞ്ഞിരിക്കുന്ന കുരുട്ട ബുദ്ധിയാണ് എന്ന് ഓർക്കണം STPI. അതുകൊണ്ട് നേരെ പണിയെടുക്കണം. അസ്സലാമു അലൈക്കും.